യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ, പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. സഭയ്ക്കുള്ളിലെ ഭിന്നതകൾ പരിഹരിക്കുവാനും പുറത്തുനിന്നുള്ള ക്രൂരമായ പീഡനങ്ങളെ ഒത്തൊരുമയോടെ നേരിടുവാനും സഭയെ പ്രാപ്തനാക്കിയ ശാന്തനായ ഇടയനായിരുന്നു വിശുദ്ധ സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ. വിവേകവും വിനയവും കൈമുതലാക്കിയ അദ്ദേഹം തർക്കിച്ചു നിന്ന ബിഷപ്പുമാരെ സ്നേഹത്തിന്റെ പാതയിൽ ഒന്നിച്ചു ചേർത്തു. വലേറിയൻ ചക്രവർത്തിയുടെ മരണവാറണ്ട് നിലനിൽക്കുമ്പോഴും തന്റെ ജനത്തെ ഉപേക്ഷിക്കാതെ രഹസ്യമായി അവർക്ക് വചനം പകർന്നു നൽകിയ അദ്ദേഹം ബലിപീഠത്തിന് മുന്നിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു. വിശുദ്ധ ലോറൻസ് മുത്തുള്ള അദ്ദേഹത്തിന്റെ ഹൃദയസ്പർശിയായ അവസാന നിമിഷങ്ങളും സഭയുടെ യഥാർത്ഥ നിക്ഷേപത്തെക്കുറിച്ചുള്ള വലിയ സത്യവുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുന്നത്. AD 257 ഓഗസ്റ്റ് മാസത്തിലാണ് സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. റോമിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അതീവ അപകടകരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. വലേറിയൻ ചക്രവർത്തി സഭയ്ക്കെതിരെ, പ്രത്യേകിച്ച് സഭാ നേതാക്കൾക്കെതിരെ ക്രൂരമായ പീഡനങ്ങളുടെ പുതിയൊരു തരംഗം ആരംഭിച്ചിരുന്നു. വലിയ അറിവും ജ്ഞാനവുമുള്ള വ്യക്തിയായതിനാൽ സിക്സ്റ്റസ് രണ്ടാമൻ ഒരു ദാർശനികനായ ബിഷപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം മാർപ്പാപ്പയാകുന്നതിന് തൊട്ടു മുൻപ് സഭയെ നെടുകെ പിളർത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ വലിയൊരു തർക്കം നിലനിന്നിരുന്നു. വിഘടിത ഗ്രൂപ്പുകളിൽ നിന്നും വരുന്നവരെ എങ്ങനെ ജ്ഞാനസ്നാനം കഴിപ്പിക്കണമെന്ന കാര്യത്തിൽ മുൻഗാമിയായ സ്റ്റീഫൻ മാർപ്പാപ്പയും അന്ത്യോക്യയിലെ വിശുദ്ധ ഫിർമിലിയനും ആഫ്രിക്കയിലെ ബിഷപ്പുമാരും തമ്മിൽ കടുത്ത തർക്കത്തിലായിരുന്നു. ഈ പിണക്കം കാരണം സഭ ഏതാണ്ട് രണ്ടായി പിളരുന്ന അവസ്ഥയിലെത്തി. ഈ സമയത്ത് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ ഡയനീഷ്യസ് സഭയിലെ നേതാക്കൾ തമ്മിൽ സമാധാനവും കാരുണ്യവും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് റോമിന് വിനയപൂർവ്വം ഒരു കത്തെഴുതിയിരുന്നു. സിക്സ്റ്റസ് മാർപ്പാപ്പ അധികാരമേറ്റപ്പോൾ ഒരു മികച്ച സമാധാനപ്രേമിയായി അദ്ദേഹം മാറി. റോമിലെ പരമ്പരാഗത നിയമങ്ങളിൽ അദ്ദേഹം മാറ്റം വരുത്തിയില്ലെങ്കിലും മറ്റ് സഭകളോട് സംസാരിക്കുന്ന രീതിയിൽ അദ്ദേഹം വലിയ മാറ്റം കൊണ്ടുവന്നു. ഡയനീഷ്യസിന്റെ ഉപദേശം സ്വീകരിച്ച അദ്ദേഹം ഫിർമിലിയനോടും മറ്റ് ബിഷപ്പുമാരോടും ദയയോടെയും സ്നേഹത്തോടെയും ഇടപഴകി. അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ ഈ സൗമ്യമായ സമീപനം സഭയിലെ തർക്കങ്ങൾ പരിഹരിക്കുകയും എല്ലാവരെയും വീണ്ടും ഒന്നാക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന വലിയ പീഡനങ്ങളെ നേരിടുവാൻ സഭ ഒത്തൊരുമയോടെ നിൽക്കേണ്ടത് അന്ന് അത്യാവശ്യമായിരുന്നു. AD 258 വലേറിയൻ ചക്രവർത്തി രണ്ടാമത്തെയും ഭീകരവുമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എല്ലാ ക്രിസ്ത്യൻ ബിഷപ്പുമാരെയും പുരോഹിതന്മാരെയും ഡീക്കന്മാരെയും ഉടനടി വധിക്കണമെന്നതായിരുന്നു അത്. ക്രിസ്ത്യാനികൾ സാധാരണയായി പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയിരുന്ന കലിക്സ്റ്റസ് സെമിത്തേരിയെക്കുറിച്ച് റോമൻ അധികാരികൾക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. അതിനാൽ അവിടെ പ്രാർത്ഥിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മാർപ്പാപ്പ മനസ്സിലാക്കി. വിശ്വാസികളെ സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം ആപ്പിയൻ വേയ്ക്ക് കുറുകെയുള്ള പ്രാക്ടിക് സ്റ്റാറ്റസ് എന്ന സ്വകാര്യ സെമിത്തേരിയിലേക്ക് പ്രാർത്ഥനകൾ മാറ്റി. എങ്കിലും റോമൻ അധികാരികൾ ഒടുവിൽ അവരെ കണ്ടെത്തി. AD 258 ഓഗസ്റ്റ് 6
സിക്സ്റ്റസ് മാർപ്പാപ്പ തൻ്റെ സിംഹാസനത്തിലിരുന്ന് വിശ്വാസികളെ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈനികർ ആ രഹസ്യ ആരാധനാലയത്തിലേക്ക് ഇരച്ചു കയറി. സാധാരണക്കാരായ വിശ്വാസികളെ ഉപദ്രവിക്കാതെ അവർ സഭാ നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ചു. മാർപ്പാപ്പയെയും അദ്ദേഹത്തിൻ്റെ സഹായികളായ ഡീക്കന്മാരെയും അവർ പിടികൂടി. ഈ തടവിലാക്കപ്പെടലിനിടയിലാണ് സഭാ ചരിത്രത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ആ സംഭവം നടന്നത്. മാർപ്പാപ്പയുടെ പ്രധാന സഹായിയായിരുന്ന വിശുദ്ധ ലോറൻസ് എന്ന ഡീക്കൻ സൈനികർ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞോടിയെത്തിയ ലോറൻസ് കരഞ്ഞുകൊണ്ട് മാർപ്പാപ്പയോട് ചോദിച്ചു, പിതാവേ, അങ്ങയുടെ മകനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത്? അങ്ങയുടെ ഡീക്കനെ കൂടാതെയുള്ള ഈ യാത്ര എവിടേക്കാണ്? വളരെ ശാന്തനായി ലോറൻസിനെ നോക്കി സിക്സ്റ്റസ് മാർപ്പാപ്പ മറുപടി നൽകി, മകനെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയല്ല. എന്നെക്കാൾ വലിയൊരു പോരാട്ടമാണ് നിന്നെ കാത്തിരിക്കുന്നത്. കരയുന്നത് നിർത്തുക. 3 ദിവസത്തിനുള്ളിൽ നീ എൻ്റെ പിന്നാലെ വരും. മാർപ്പാപ്പയുടെ പ്രവചനം സത്യമായി. അദ്ദേഹത്തെ അതേ സിമത്തേരിയിലേക്ക് തിരികെ കൊണ്ടുപോയി തൻ്റെ കസേരയിൽ ഇരിക്കെ തന്നെ വധിച്ചു. 3 ദിവസത്തിന് ശേഷം സൈനികർ ലോറൻസിനെയും പിടികൂടി. സഭയുടെ പക്കലുള്ള സ്വർണവും പണവും അടങ്ങിയ നിക്ഷേപങ്ങൾ കൈമാറുവാൻ അവർ ലോറൻസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ലോറൻസ് ചെയ്തത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം റോമിലെ ദരിദ്രരെയും രോഗികളെയും അനാഥരെയും വിധവകളെയും ഒരിടത്ത് വിളിച്ചുകൂട്ടി അവരെ റോമൻ ഉദ്യോഗസ്ഥന് കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് സഭയുടെ യഥാർത്ഥ നിക്ഷേപം. ഇതിൽ പ്രകോപിതനായ ഉദ്യോഗസ്ഥൻ വളരെ ക്രൂരമായ രീതിയിൽ ലോറൻസിനെ കൊലപ്പെടുത്തി. വെറും 1 വർഷം മാത്രമേ സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ സഭയെ നയിച്ചുള്ളൂവെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റം വലുതായിരുന്നു. ലോകമെമ്പാടുമുള്ള ബിഷപ്പുമാർ തമ്മിലുള്ള പിണക്കം മാറ്റുവാനും തൻ്റെ ജനത്തോടൊപ്പം നിന്ന് ജീവൻ ബലിയർപ്പിക്കുവാനും അദ്ദേഹം തയ്യാറായി. കലിക്സ്റ്റസ് സെമിത്തേരിയിലെ പ്രശസ്തമായ മാർപ്പാപ്പമാരുടെ കല്ലറയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ഉറച്ച വിശ്വാസവും സൗമ്യമായ ഹൃദയവും ഒത്തുചേർന്ന ഒരു മഹാവിശുദ്ധനായി അദ്ദേഹം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു.